നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുമ്പ് എപ്പോഴെങ്കിലും ആയിരുന്നെങ്കിൽ നിന്റെ മുഖത്തിന് നേരെ എന്റെ കൈ ഉയരുമ്പോ അത് തടയാൻ നിന്റെ അച്ഛന്റെ അമ്മയുടെ കൈ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുണ്ടായില്ല. അതിന്റെ അർത്ഥം നീ അവരുടെ മനസ്സിൽ ചത്തടി. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ സമ്മതിച്ചു. എവിടെ എവിടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും മുഖം ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ ദേവ, ഒരു പാമ്പിൻ കുഞ്ഞിനെ ആ നെഞ്ചിലിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നെന്ന്. അതിന് വിഷം വരുന്ന സമയത്ത് അത് കൊത്തി കൊല്ലുവെന്ന്. ഇപ്പൊ അവള് പറഞ്ഞത് കേട്ടല്ലോ. ഇനി പറയില്ലല്ലോ നിങ്ങൾ ആരും. പ്രിയങ്കമ്മോളും മുത്തശ്ശിയും കൂടി അവളെ കരുതി കൂട്ടി കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയാണെന്ന്. മോളെ, ഇത്രയൊക്കെ കേട്ടിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അച്ഛൻ നിൽക്കുന്നു. നിനക്ക് എന്നു മുതലാ ഇതിലൊക്കെ താല്പര്യം തുടങ്ങിയത്? ഇന്ന് വരെ അങ്ങനെ ഒരു വാക്ക് പോലും നീ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ലച്ച. ആഗ്രഹങ്ങളും ആർത്തിയൊക്കെ മനസ്സിൽ മൂടിക്കൊണ്ട് നടക്കുക. അവസരം വരുമ്പോ പ്രയോഗിക്കാൻ. എന്നെ ചതിച്ചതാച്ച. മ്യൂസിക് സ്കൂളിൽ നടന്ന പ്രോഗ്രാമിന് ഡയറക്ടർ ഇന്ദ്രജിത് മേനോനെ വിളിച്ചത് അച്ഛന്റെ ഈ മോളുടെ താല്പര്യപ്രകാരമാ. എന്റെ മുന്നിൽ വെച്ച് അയാളോട് വാക്ക് പറഞ്ഞതും എന്നോടുള്ള പക കൊണ്ട. പ്രിയങ്കയുടെ എത്ര വലിയ ആഗ്രഹമായിരുന്നു മോളെ. വരണം കണിമംഗലം കുടുംബവും ഒറ്റ മനസ്സോടെ സമ്മതിച്ച് അവളുടെ കൂടെ നിന്നിട്ടുണ്ട്. നീ എന്തിനാ അത് തട്ടിയെടുത്തത്? നീ എന്തിനാ അവളെ തോൽപ്പിച്ചത്? തളർത്തി കളഞ്ഞല്ല മോളെ. ഒരു വേദന വന്ന അച്ഛൻ നിന്റെ മുഖത്തേക്കാ നോക്ക. ഒരു തളർച്ച വന്ന നിന്നെ വിളിക്ക. എന്നിട്ട് നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്തെന്ന് ഒരിക്കൽ അച്ഛന് മനസ്സിലാവും. കണ്ടോടി, മുമ്പ് എപ്പോഴെങ്കിലും ആയിരുന്നെങ്കിൽ നിന്റെ മുഖത്തിന് നേരെ എന്റെ കൈ ഉയരുമ്പോ അത് തടയാൻ നിന്റെ അച്ഛന്റെ അമ്മയുടെ കൈ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുണ്ടായില്ല. അതിന്റെ അർത്ഥം നീ അവരുടെ മനസ്സിൽ ചത്തടി. ഇനിയെങ്കിലും അവർ തീരുമാനിച്ചോളും. ആറ്റുവാശ്ശേരിയില് ഇങ്ങനെ ഒരു സർവനാശം ഉണ്ടാവണോ വേണ്ടയോന്ന്. അഖിൽ സർ, നമ്മുടെ മോൾക്ക് കിട്ടിയ ഭാഗ്യം കണ്ടോ? ഡയറക്ടർ ഇന്ദ്രജിത് മേനോൻ നേരിട്ട് കണ്ട അവളെ സെലക്ട് ചെയ്ത്. രാധിക മോളെ വയറ്റിലായിരിക്കുമ്പോ നമ്മള് കുറെ സ്വപ്നങ്ങൾ പറയുമായിരുന്നില്ലേ? നമ്മുടെ കുഞ്ഞ് ഏറ്റവും ഉയരത്തിലെത്തണം, എല്ലാവർക്കും അതിശയം തോന്നുന്ന തരത്തിലെ പ്രശസ്തയാവണമെന്നൊക്കെ. അതൊക്കെ സംഭവിക്കാൻ പോവുക. അവളെ കണ്ടെത്തിയപ്പോ ഞാൻ കരുതിയത് അവൾക്ക് വഴി തെളിച്ചു കൊടുക്കണം, അവളിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കണമെന്ന.
പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. സ്വന്തം കഴിവുകൊണ്ട് തന്നെ എന്റെ മോള് ഉയരങ്ങളിലേക്ക് കുതിക്കുവോ? പറഞ്ഞു കഴിഞ്ഞില്ലേ ഇതുവരെ? മനസ്സിന് വല്ലാതെ സന്തോഷം വന്നാല് എനിക്ക് പറയാനുള്ളത് ആരോടാ? ഒന്നുകിൽ അഖിൽ സാറിനോട്, അല്ലെങ്കിൽ ഏട്ടത്തെയോട്. സ്വന്തം മോളെക്കുറിച്ച് വേറെ എവിടെയും സന്തോഷം പ്രകടിപ്പിക്കാനുള്ള അവകാശം ഇല്ലല്ലോ എനിക്ക്. എത്രയോ പെൺകുട്ടികൾ ഇന്ദ്രജിത് മേനോന്റെ സിനിമയിൽ ഒരു എൻട്രിക്ക് വേണ്ടി കൊതിക്കുന്നുണ്ടെന്നറിയോ? പക്ഷേ രാധിക മോളെ തേടി ആ ഭാഗ്യം അവളുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു. മോൾ അമ്മയെക്കാളും പ്രശസ്തയാവട്ടെ. എന്നിട്ട് ഒരു ദിവസം രണ്ടുപേരും കൂടി ആളുകളുടെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെടണം. കേരളം ഞെട്ടിത്തെറിക്കുന്ന 2 സെലിബ്രിറ്റികളുടെ സംഗമം. വേണ്ട വേണ്ട, വേണ്ടാത്ത മനക്കോട്ടകളൊന്നും കെട്ടണ്ട. കാര്യം നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി. ആരായി പറയുന്നേ? ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും ആയി കാണില്ലേ അഖിലിനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്? കുറെയൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. മോളെക്കുറിച്ചുള്ള അമ്മയുടെ പ്രതീക്ഷയും മനസ്സിലായി, അമ്മയുടെ അളവില്ലാത്ത ആഗ്രഹവും മനസ്സിലായി. രാധിക ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരും ശ്യാമേ. അത് ആ കുട്ടിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. രക്തഗുണം കാണിക്കാതിരിക്കില്ല. ആകാശത്തിന്റെ നെറുകയിലെത്തി നിൽക്കുമ്പോ കൈ ചൂണ്ടി എനിക്ക് പറയണം ഏട്ടത്തി, എന്റെ മോളാണ്, അവളെ പ്രസവിച്ചത് ഞാനാണെന്ന്. എന്നിലെ അമ്മ പൂർണ്ണത നേടുന്നത് അവിടെയായിരിക്കും. എങ്ങനെ ചിന്തിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ലല്ലോടാ. ഇതെന്താ രാധിക മോൾക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നെങ്കില് ഇത്ര വലിയ അവസരം വന്നപ്പോ അതിൽ ചെന്ന് ചാടിയെന്ന് പറയും. പക്ഷേ ഇതല്ലല്ലോ. ഇത്ര പക്വതയുള്ളൊരു കുട്ടി ഇല്ല മോനെ, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. ദൃശ്യം ഞാനെല്ലാം പ്ലാൻ ചെയ്തതാ. സിനിമയിലെ നായികയാക്കിയാല് എന്നെ വിട്ടു പോവാന്ന് പ്രിയങ്ക വാക്ക് പറഞ്ഞത്. അതല്ലാതെ ഇന്ദ്രജിത് മേനോനെ പോലുള്ള ഒരാളുടെ അടുത്ത് ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അയാളുടെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ ആയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ. ഒന്ന് കൈനീട്ടിയ രാധിക എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.